അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യക്ഷിയുണ്ട്. ആ യക്ഷിയെ ഒന്ന് കാണാൻ പോയാലോ? ആ യക്ഷിയെ എനിക്ക് കാണാൻ കിട്ടിയത് തന്നെ വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്രതീക്ഷിതമായി സ്റ്റാർട്ട് ചെയ്ത ഒരു യാത്രയിൽ ഒരു വളവ് കണ്ടപ്പോൾ ഒന്ന് തിരിച്ചതാണ്. ആ വളവിൽ കൂടെ യാത്ര മുന്നോട്ട് പോയി ഞങ്ങൾ എത്തിപ്പെട്ടത് ആ യക്ഷിയുടെ അടുത്താണ്. നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ എടുത്ത എൻ്റെ യാത്രയുടെ വീഡിയോസാണിത് കേട്ടോ. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് വളരെ ലേറ്റായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂർ എന്ന ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ തുടങ്ങിയ യാത്രയാണിത്. ഞങ്ങൾ 4 പേര് ഒരുമിച്ചുള്ളത് കൊണ്ട് പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒരു പ്രശ്നവുമില്ല. പാലക്കാടിൻ്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ളതെന്നല്ലാതെ പാലക്കാടിൽ കൂടെ ഒരു യാത്ര ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പാലക്കാട് ശരിക്കും കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയുള്ള നാടാണല്ലോ. ഞങ്ങളിതാ ഇപ്പം നാട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ 2 തേങ്ങയ്ക്ക് 100 രൂപയൊക്കെയാണ്. ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഇതാ പാലക്കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ 2 സൈഡിലും തെങ്ങിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത്രയും തെങ്ങുള്ളിടത്ത് തേങ്ങയ്ക്കെങ്ങാനും വിലക്കുറവാണെങ്കിലും എങ്കിൽ പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് തേങ്ങയുടെ വിലയും കൂടെ നോക്കിയിട്ട് പോകാം എന്ന് വിചാരിച്ചു. യാത്ര ചെയ്ത് സ്ഥലമെത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ എനിക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല. എവിടെയാണെന്നല്ലേ? കുതിരാൻ തുരങ്കം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ അതിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സാണ്. പറഞ്ഞു കേട്ട ഒരു സ്ഥലത്തിൽ കൂടെ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യില്ലേ, അങ്ങനെ ഒരു ഫീല്. ഇതിനകത്തിൽ 1200 മേലെ LED ലൈറ്റ്സ് ഉണ്ട്. വളരെ ഭംഗിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കമാണെന്ന് പറയപ്പെടുന്നു. യാത്ര ചെയ്തപ്പോൾ എനിക്കും അത് മനസ്സിലായി. വളരെ വലുതാണ് ഈ ഒരു ടണൽ പോകുന്നതും ടണലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ടണലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പാലക്കാട് വരെ വന്നിട്ട് തേങ്ങയുടെ വിലയൊന്ന് നോക്കാമെന്ന്. അങ്ങനെ ഒരു കടയിലൊക്കെ നിർത്തി തേങ്ങയുടെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ശരിയാണ്, തേങ്ങയ്ക്ക് വളരെ വിലക്കുറവാണ്. അമ്മയും ഞാനും കുട്ടൻചേട്ടനും തക്കവും പുറത്തിറങ്ങി തേങ്ങയൊക്കെ മേടിച്ചു. കൂട്ടത്തി ഓരോ മൂഞ്ചി വെള്ളവും കുടിച്ചു, സർവത്തെ നാരങ്ങ വെള്ളം. അങ്ങനെ പിന്നെയും പോവാട്ടോ, യക്ഷിയെ കാണണമല്ലോ, അതാണല്ലോ ലക്ഷ്യം. ഒത്തിരി പാലമരങ്ങൾ വളർന്നിട്ട് കാടായതാണ്. അങ്ങനെയാണ് പാലക്കാടെന്നുള്ള പേര് വന്നത്. ശരിയല്ലേ? നമ്മൾ വന്ന വഴിയിലൊക്കെ കണ്ടല്ലോ, കുറേ മല പോലെ കുറേ മരങ്ങളിങ്ങനെ തിങ്ങി വളർന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു ജില്ലയിലും, അതായത് ഞാൻ പോയിട്ടുള്ള ജില്ലകളിലൊന്നും ഇത്രയും മരങ്ങളൊന്നും തിങ്ങി പാർത്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന നാട്, അതായത് എൻ്റെ നാട് ഏവൂരാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് തന്നെ നമ്മുടെ മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ പറയുന്ന അതേ ഏവൂര്. ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ആ നാടിനെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. ആ ഒരു ചെറിയ പ്രായത്തിൽ എൻ്റെ സ്വന്തം വീടിൻ്റെ പുറകിൽ ചെറിയ നിലങ്ങളൊക്കെ ഉണ്ട്. അന്ന് അവിടെ നെൽകൃഷി കണ്ടിട്ടുള്ളതാണ്. പിന്നിപ്പോൾ ഈ പ്രാവശ്യത്തെ പാലക്കാട് യാത്രയിലും കൃഷികളൊക്കെ കുറേ കാണാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലും പനയും. പിന്നെ എനിക്ക് യാത്ര ചെയ്തപ്പോൾ തോന്നിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജില്ലയിലുള്ളവർ കൃഷിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായില്ലേ. ഇനി പിന്നെ ഒരു ചായയും ചെറിയൊരു സ്നാക്സും കഴിഞ്ഞിട്ട് മുന്നോട്ടൊരു യാത്ര. മലമ്പുഴ ഡാമിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ യക്ഷി ആരാന്ന് മനസ്സിലായില്ലേ? അത് തന്നെ നമ്മുടെ മലമ്പുഴ യക്ഷി. കേബിൾ കാറിലൊക്കെ കയറിയതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർഡനിലേക്ക് നമ്മൾ കയറി. നമ്മൾ ഡാമിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ മലമ്പുഴ ഗാർഡനുള്ളിലേക്ക് കയറിയത്. എൻ്റെ മോളുണ്ടല്ലോ, ആ ചെറിയ സാധനം, വെള്ളം കണ്ടു കഴിഞ്ഞാൽ
ചുറ്റുമുള്ളതെല്ലാം മറക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥയും. പിന്നെ ഡാം ആയതുകൊണ്ടും ഒത്തിരി താഴ്ച ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായതുകൊണ്ടും സ്വയമേ അടക്കി പിടിച്ച് അപ്പൻ്റെ കൈയും പിടിച്ച് അമ്മയുടെ കൂടെ നടക്കുക. നാം പിന്നെ വീഡിയോ എടുക്കുവാണ്, വീഡിയോ മുഖ്യം ബിഗിലേ നമ്മൾ പറയണമല്ലോ. യക്ഷിയെ കാണാൻ ഇവിടം വരെ വന്നിട്ട് എനിക്ക് യക്ഷിയുടെ അടുത്തോട്ട് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. മഴ പെയ്ത് മൊത്തം ചളിയായി കിടന്നതുകൊണ്ടും ഡാമിൻ്റെ അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നേരം സന്ധ്യയായി. പക്ഷെ ദൂരെ നിന്ന് കണ്ടപ്പോൾ യക്ഷിയുടെ ശില്പം എൻ്റെ അമ്മോ പൊളി. അത് ചെയ്ത കാനായി കുഞ്ഞിരാമന് ഒരു ബിഗ് സല്യൂട്ട്. ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതാണല്ലേ. ഞങ്ങൾ പൊക്കത്തിൽ നിന്ന് താഴോട്ട് വന്നു കേട്ടോ. അങ്ങനെ ഡാമൊക്കെ കണ്ട് ഞങ്ങൾ താഴെ എത്തിയപ്പോൾ കുറേ മരങ്ങളിതാ അതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുട്ടൻചേട്ടൻ്റെ കൈ പിടിച്ചിങ്ങനെ നടക്കണമെന്ന്. ഒരു സിനിമ സ്റ്റൈൽ വീഡിയോ. നമ്മുടെ സിനിമയിലൊക്കെ കാണത്തില്ലേ, കുറേ കോളേജ്, ആ കോളേജിനകത്തുള്ളൊരു നായകനും നായികയും അവർ കൈയൊക്കെ പിടിച്ചിട്ട് അവരവരുടെ പ്രേമമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. മരം ചുറ്റി പ്രേമമൊക്കെ കഴിഞ്ഞ് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എല്ലാവരും അല്ലേ. കുറച്ച് നാളായിട്ട് തോന്നി തുടങ്ങിയൊരു കാര്യമാണ് നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ എവിടെയെങ്കിലും കുടുംബമായിട്ട് യാത്ര ചെയ്യണമെന്ന്. ഈ പ്രാവശ്യത്തെ വെക്കേഷനിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരേടാണ് മലമ്പുഴ യാത്ര. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും ഒത്തിരി വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. Thank you so much for watching. Please like, share and subscribe.